വഖഫ് ഭേദഗതി ബില്ലിനെതിരായ ഡൽഹി സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. MSF അടക്കമുള്ള സംഘടനകൾ ഡൽഹി സർവകലാശാലയുടെ നോർത്ത് ക്യാമ്പസിലാണ് പ്രതിഷേധിക്കുന്നത്. ക്യാമ്പസ് പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഈ പ്രതിഷേധം സമാധാനപരമാണോ? വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ടോ? പ്രവിധ പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്തിന്റെ പലയിടങ്ങളിലും പ്രതിഷേധം ഇപ്പോൾ ശക്തമാവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി സർവകലാശാലയുടെ നോർത്ത് ക്യാമ്പസിലാണ്. ഇവിടെ MSF ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ASI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമാണ് ഈ ബില്ലിനെതിരെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തിനു നേരെയുള്ള ഒരു അതിക്രമമാണ് ഈ നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ബില്ല്. വഖഫ് സ്വത്തുക്കൾ അതിനെതിരെ കൂടി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കൈകടത്തുന്നു എന്നതടക്കമുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് RSSനെതിരെയും BJP നയങ്ങൾക്കെതിരെയും ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുന്നത്. ഇത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘത്തിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അങ്ങനെ സമാധാനപരമായി തന്നെയാണ് ഈ പ്രതിഷേധം ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ ബില്ല് സർക്കാർ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇതിപ്പോൾ പാർലമെന്റിൽ ഇത് ബില്ല് പാസാക്കിയ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടന രംഗത്തെത്തുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധം? തീർച്ചയായും നമുക്കറിയുന്നത് പോലെ തന്നെ 2 ദിവസം മുമ്പ് ഇന്നലെ രാജ്യസഭയിലും മിന്നാന്ന് ലോകസഭയിലും കൂടി പാസ്സായ വഖഫ് ബില്ലിനെതിരെയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ശക്തമായി എതിർക്കുക തന്നെയാണ് ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. MSFും ഫ്രട്ടേണിറ്റിയും BSMും അതുപോലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ വിവിധ സംഘടനകളും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ ബില്ലിനെ ശക്തമായി എതിർക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. തീർത്തും അൺകോൺസ്റ്റിറ്റ്യൂഷണലായ ഈ ബില്ലിനെ എതിർക്കുക തന്നെ ചെയ്യും. അതിനെതിരെ പാർലമെന്റിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ MP-മാരുടെ ഭാഗത്തുനിന്ന് ഹാരിസ് ബീരാൻ, ET മുഹമ്മദ് ബഷീർ അതുപോലുള്ള MP-മാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകളും ശക്തമായ പ്രതിഷേധവും നമുക്ക് അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഉള്ളത്. ഇനി ഇതിനെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തീർച്ചയായും സുപ്രീം കോടതി വരെ പോയി ഈ ബില്ലിനെ ഏത് രീതിയിലും എതിർക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ പ്രതിഷേധം ഇനിയും നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും. അതാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ ബില്ല് അല്ലെങ്കിൽ ഇനി അത് രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ അത് നിയമമാവും. ആ നിയമം പിൻവലിക്കുന്നവരെയും ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് ഈ പാർലമെന്റ് പാസാക്കിയിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും തുടർന്നും ഈ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അത് ഡൽഹി രാജ്യ തലസ്ഥാനത്ത് ഇനി കൂടുതൽ ഊർജ്ജത്തോടുകൂടി ഉണ്ടാകും എന്നതിന്റെ സൂചനകളാണ് വിദ്യാർത്ഥി സംഘടനകൾ നൽകുന്നത്. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തുന്നത്.